ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ ഇംഗ്ലീഷ് ആണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാം ഹൗ ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ ഇംഗ്ലീഷ്. കോൺവെർസേഷൻ ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് കോൺവെർസേഷൻ ചെയ്യാമെന്നാണ്, എങ്ങനെ തുടക്കം കുറിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ ഗ്രീറ്റിംഗ്. നമ്മൾ എപ്പോൾ തുടങ്ങിയാലും ഒരു സിമ്പിൾ ഗ്രീറ്റിംഗ്സ് വെച്ച് തുടങ്ങാം. ആസ്ക് ഒപ്പീനിയൻ, മീറ്റഡ് ക്വസ്റ്റ്യൻ അബൌട്ട് അതർ പേഴ്സൺ. നമ്മൾ അതർ പേഴ്സണെ പറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അങ്ങനെ ടു കീപ് ദി കോൺവെർസേഷൻ ഗോയിങ്. കോൺവെർസേഷൻ തുടർന്നുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. യൂസ് അപ്രോപ്രിയേറ്റ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഗസ്റ്റേഴ്സ് വൈ സ്പീക്കിംഗ്. നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തേക്ക് നോക്കി സംസാരിക്കുക, കൈയും കാലും ഇട്ട് അനക്കാതിരിക്കുക, ഷേക്ക് ആയിട്ട് സ്റ്റിപ്പായിട്ട് നിൽക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ഫോക്കസ് ഓൺ യൂസിങ് സ്മോൾ വേർഡ്സ് ആൻഡ് കീപ് യുവർ സെൻറ്റൻസ് ഷോർട്ട്. നമ്മുടെ സെൻറ്റൻസ് എപ്പോഴും ഷോർട്ട് ആയിട്ട് വെക്കുക. നമുക്ക് അധികം ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മൾ വലിയ വലിയ സെൻറ്റൻസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ തന്നെ ഷോർട്ട് സെൻറ്റൻസ് എടുത്ത് ഉപയോഗിക്കുക. ഫസ്റ്റ് നമ്മൾ അത് ശ്രദ്ധിക്കുക, ചെറിയ വേർഡ്സും ഷോർട്ട് ആക്കി പറയാനായിട്ട്. ആസ് ദിസ് വിൽ ഹെൽപ്പ് യു റിമെമ്പർ വാട്ട് ടു സേ ഇൻ ഇംഗ്ലീഷ്. ഇത് നമ്മളെ സഹായിക്കും, നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എന്നുള്ളത് നമ്മളെ സഹായിക്കും. കോൺവെർസേഷൻ, ലിസൺ കെയർഫുള്ളി ടു ദി അതർ പേഴ്സൺ. വേറെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളത് കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്യാം. ലിസൺ കെയർഫുള്ളി ഫോർ അതേഴ്സ് പേഴ്സൺ. റെസ്പോൺസ് ആൻഡ് യൂസ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ടു ഷോ ജെന്യൂൻ. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിക്കുക, പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, എനിക്കിത് ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കുക. ഇനി അടുത്തത്, വാട്ട് ആർ സം ഈസി വേ ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. നമ്മളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വരികളാണുള്ളത്? ഈസി വേ. ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ക്യാൻ ബി ആസ് സിമ്പിൾ ആസ് ഇൻട്രൊഡ്യൂസിങ് യുവർ നെയിം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വേർ യു ആർ ഫ്രം, നമ്മൾ എവിടുന്ന് വരുന്നു എന്ന് പറയാം. ആൻഡ് വാട്ട് യു ഡു, നമ്മൾ എന്തോ ചെയ്തെന്ന് പറയാം. യു ക്യാൻ ആൾസോ ടോക്ക് അബൌട്ട് യുവർ ഫാമിലി ഓർ ഹോബീസ് ടു ഗിവൻ അതർ പേഴ്സൺ എ ബെറ്റർ ഐഡിയ ഓഫ് ഹൂ യു ആർ. നമ്മുടെ ഫാമിലിയെ പറ്റി പറയാം, നമ്മുടെ ഹോബീസിനെ പറ്റി പറയാം, എങ്കിലേ മറ്റുള്ളവർക്ക് നമ്മൾ ആരാ എന്താന്നുള്ള ഐഡിയാസ് കിട്ടത്തുള്ളൂ. മേക്ക് ഷുവർ ടു മെയിൻറ്റെയിൻ നമ്മൾ ഐ കോണ്ടാക്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. ആൻഡ് യൂസ് എ ഫ്രണ്ട്ലി ടോൺ ബൈ സ്പീക്കിംഗ്. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോൺ കൊടുത്ത് സംസാരിക്കാനായിട്ട് നോക്കുക. എപ്പോഴും ഹാർഷായിട്ടൊന്നും സംസാരിക്കരുത്, അത് നമുക്ക് അത്ര നല്ലതായിരിക്കില്ല. അപ്പം നമ്മളത് കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തൊക്കെ സംസാരിക്കുക. ഹൗ ടു മേക്ക് സ്മോൾ ടോക്ക് ഇൻ ഇംഗ്ലീഷ് ത്രൂ കോൺവെർസേഷൻ ഓർ ഡയലോഗ്. ഡയലോഗും കോൺവെർസേഷനും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത്ര ചെറിയതായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. മേക്ക് സ്മോൾ ടോക്ക് ഇൻ ഇംഗ്ലീഷ് ത്രൂ കോൺവെർസേഷൻസ് ഓർ ഡയലോഗ്സ് ക്യാൻ ബി ആസ് സിമ്പിൾ ആസ് മെൻഷനിങ് ദി വെദർ, ആസ്കിങ് അബൌട്ട് ഹൗ ദ ഡേ ഈസ് ഗോയിങ് ഓൺ, ടോക്കിംഗ് അബൌട്ട് റീസെന്റ് ന്യൂസ്. അതായത് നമുക്ക് എങ്ങനെ ഡയലോഗ്സ് ഒക്കെ ചെറുതായിട്ട് വെക്കാം എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെ പോയി, അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂസ് എന്തായിരുന്നു, റീസെന്റ് ന്യൂസ് എന്തൊക്കെയാ, അങ്ങനെയൊക്കെ നമുക്ക് ചെറുതായിട്ട് സംസാരിക്കാം. ട്രൈ ടു യൂസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വിൽ ലീഡ് ടു മോർ ഡീറ്റെയിൽ കോൺവെർസേഷൻ. നമ്മൾ എപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നമ്മൾ ഇപ്പോൾ ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് കേൾക്കണം, നമ്മൾ കേൾക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഓ ഞാൻ പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവർ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് കുറേ കൂടി ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സംസാരിക്കാം. ഓക്കെ, സോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഈ 3 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ തൊട്ടടുത്തായിട്ട് ബെല്ലൈക്കൻ കാണും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. സീ യു.